ഞാനൊരു 5 ദിവസമായിട്ട് ഇവരെന്നെ വെൽക്കം ചെയ്യുവാണ്. ഇന്നെങ്കിലും നമുക്ക് ഇതെല്ലാം ഒന്ന് അതെ സത്യം 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 പരിപാടി ഇന്നത്തോടെ തീർക്കും. നാളെ ഇല്ലല്ല ഇന്നോട് വന്നില്ലായിരുന്നു. അപ്പ ദയവിട്ടേ തത്സമയം ഇട്ടേ ഇന്നോട് വന്നില്ലായിരുന്നെങ്കിൽ നീ ഒന്ന് വരണ്ടാന്ന് പറയട്ടാ. സത്യം 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 അതെ അതെ ഇന്നോട് വന്നില്ലായിരുന്നു പ്രശ്നമായേനെ ഇവിടെ. ഫോണൊക്കെ എടുത്തായിരുന്നോ? റേഡിയോ മേടിക്കണേ. ഇവിടുന്ന് സ്റ്റാർട്ടർ പാക്ക് മേടിക്കേ. വണ്ടി ബാബു ഉണ്ട് വാടാ ബാബു ഉണ്ട് പച്ച ജാക്കറ്റ് എടുക്കാൻ മറന്നുണ്ട് പെട്ടിയിലുണ്ട്. എടാ നീ സാധനങ്ങളൊക്കെ എടുത്തോണ്ടാന്ന് വന്നേ. ഞാൻ ഇന്നത്തേക്കൊന്നും എടുക്കണ്ടായിരുന്നു. പച്ച ജാക്കറ്റ് ഒക്കെ എടുത്തു വന്ന് ഞാൻ. പച്ച ജാക്കറ്റ് ഉണ്ടോ കയ്യില്? ബ്രോയെ ഇവിടെ ബാഗ് തുറക്കണം എങ്ങനെയാ? ഇവിടെ ബാഗ് തുറക്കണം സിബ് തുറക്കും. അതല്ലണ്ടാ ഇൻവെന്ററി F2 അല്ലേ എനിക്ക് വരുന്നില്ലല്ലോ. റിയൽ ലൈഫില് നീ ഇത് തന്നെയല്ലേ എപ്പോഴും പറയാറുള്ളത്? ഞാൻ ഇന്നൊരു 10 വരെ ഇടിച്ചു കേട്ടാ. 10 വരെ ഞാൻ 10 വരെ ഇടിച്ചിട്ട് സോറി പറഞ്ഞു കേട്ടാ ഇന്ന്. വെളിയിൽ പോയിട്ട് വരുമ്പോ ഉള്ള പ്രശ്നമുണ്ട്. നമ്മളെ പിള്ളേരെ വെളിയിൽ ഓ വാ വാ വാ. ചന്ദ്രൻ എന്തിയാടാ? ചന്ദ്രൻ പുറത്തു പോയേക്കോടാ. ചന്ദ്രൻ വീട്ടിലില്ല. ചന്ദ്രൻ അഡ്മിന്റെ എന്തോ മേടിക്കുവാണ് കേട്ടോ. അവിടെ ഒരു മിനിറ്റ് സാറൊക്കെ. ബ്രോ ദൈവമാണോ ഇവിടുത്തെ? ഞാൻ ഒരു കാര്യം പറയാം. ഇവന് സാധനം ഇല്ല, ഇവൻ അച്ഛനില്ല എന്നൊക്കെ പറഞ്ഞു വരും. ഒന്നും ദയവ് ചെയ്ത് കൊടുക്കരുത്. ദയവ് ചെയ്ത് ഞാൻ പറയാം ഒരു കാര്യം ഇവന് കൊടുക്കരുത്. ബാറ്ററി ഇവനിപ്പോ എന്തോ കൊടുത്തേ? ആൾക്കാരെ ഉപദ്രവിക്കുന്ന എന്തെങ്കിലും ആണോ? ദയവ് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങള് എന്തായാലും ഇവന്റെ സ്വന്തമായിട്ട് സാധനം മുറിഞ്ഞു പോകുന്നതും ഒക്കെ കൊടുത്തോ ഒരു പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു സാധനം ഇവൻ വന്ന് ചോദിച്ചാൽ കൊടുക്കരുത്. ഇതാര്? പിന്നെ അല്ല ഇല്ല ഞാൻ ഇവിടെ ഉണ്ട്. ദയവ് ചെയ്ത് ബ്രോ, കാരണം ഈ സിറ്റിയിൽ കുറച്ചുനാൾ ഞങ്ങൾക്ക് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാ. ബാബു എന്തോ ഞാൻ നെക്സ്റ്റ് മന്ത് തൊട്ട് ഉണ്ടാവും. ഇന്ന് ഉറങ്ങിയിട്ടില്ല, അതാ കേറായിരുന്നു. അതായത് ഫെബ്രുവരി 1-ാം തീയതി. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞാൽ ബാബു ഉണ്ടാവും. നിന്റെ അമ്മയുടെ സംസാരിച്ചോ കണ്ണാപ്പി? അത് പറഞ്ഞില്ല കണ്ണാപ്പി ഞങ്ങള് സംസാരിച്ചേട്ടാ. നിന്റെ അമ്മ നിക്കുന്നത് സംസാരിച്ചിട്ടാ. എടാ നീ ഒന്ന് പോയി മിണ്ടറാ, ഞങ്ങളൊക്കെ സംസാരിച്ച്. വാ 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 അതെനിക്ക് കാണണം. ആ മുഹൂർത്തം എനിക്ക് കണ്ണോണ്ട് കാണണം. വാ വാ വാ. തെറി വിളിച്ചിട്ട് 1 വർഷം തികച്ചായില്ല. വാ 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 വാ. പുള്ളിക്കാർ തിരിഞ്ഞു നടന്നു കേട്ടോ. നിന്നെ കണ്ടപ്പോഴേ തിരിഞ്ഞു നടന്നു. നിന്നെ കണ്ടതേ തുപ്പി എറിഞ്ഞിട്ട് സെർവറിൽ നിന്ന് എക്സിറ്റ് അടിച്ചെന്ന് എഴുതി കാണിക്കണത്. നിന്റെ ഫേവറേറ്റ് വൈ വാ 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 കണ്ണാവി അപ്പൊ അമ്മായിയുടെ അടുത്ത് ഒന്ന് സംസാരിക്കണോ കണ്ണാപ്പിക്ക്? കണ്ണാപ്പി ഇതാടാ. സെർവർ കത്തി തോന്നേട്ടാ. സെർവർ കത്തി എല്ലാത്തിനും കത്തിച്ചില്ലേ? സെർവർ കത്തിയിട്ട് തിരിച്ചു വന്നു കേട്ടാ. പേടിക്കണ്ട റെഡിയാ സെറ്റ്. വാ ഇവിടെ നീങ്ങാം. ഇവിടെ വലിയ കാര്യത്തിലുള്ള സത്യം ഒരു വലിയ സിഗ്നൽ തന്നിട്ടുണ്ട്. കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണാപ്പി നിന്നെ അറിയും. പിന്നെ സിഗ്നൽ കൊടുക്കുന്നതിനകത്ത് നീ വെളിയിലാണ്. എടാ അപ്പൊ എല്ലാരും നമുക്ക് ഇവിടെ നിന്ന് ഒഫീഷ്യലി തുടങ്ങാം. അപ്പം ഒഫീഷ്യലി
ഇത് അങ്ങോട്ട് നിന്നോ, അവിടെ നിന്നോ, അങ്ങോട്ട്. ഓക്കെ, അപ്പം അസ്മാനെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, അതായത് കാർലോവൻ വരുന്നിടം വരെ നമ്മുടെ KVയുടെ ലീഡർ സുമതി അമ്മയായിരുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോൾ കറന്റ് ലീഡർ. അതിന്റെ പുറകെ നിൽക്കുന്ന 3 കോ-ലീഡേഴ്സ് ആണ്. ഒന്ന് ജോണി, ഞാൻ ഇതില് മെമ്പറായിട്ട്. നമുക്ക് സ്ഥാനത്തിലല്ലല്ലോ കാര്യം. അല്ല എന്നാലും അത് അങ്ങനെയല്ല. ഇതിപ്പം ഗോലീഡർ സ്ഥാനം ഏക്കണമെന്നാണ് നമ്മുടെ ഒരു ഇത്. ഇതിപ്പം ഗോലീഡർ അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ. എന്നാലും ഒരു ഇത് ഞാൻ ഗോലീഡർ ഏക്കാം. അപ്പം സുമതി അമ്മായി നമ്മുടെ ലീഡർ, നമ്മുടെ കോ-ലീഡർ ആയിട്ടുള്ള ജോണി, ഹിറ്റ്മാൻ, ഫാൽക്കൺ. അറിയാതിരിക്കുമോ? പിന്നെ നമ്മുടെ മെമ്പേഴ്സ് ഓരോരുത്തരായിട്ട് വിളിക്കാം. അവര് വന്ന് പേര് പറഞ്ഞ് പരിചയം റെഡി. ഇത് ഞങ്ങളുടെ ഹിറ്റ്മാന്റെ മോനാണ്. കല്യാണം കഴിഞ്ഞ കൊച്ചുണ്ട്. ഹിറ്റ്മാന്റെ മോന്റെ പേരെന്താ? ജെയിംസ് ബോണ്ട്. ജെയിംസ് ബോണ്ട്. അത് സൂക്ഷിച്ചൊക്കെ പെരുമാറണം. ഇതേപോലെ ഇവന്റെ ഇടയ്ക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഹോക്കി എന്തോ പറഞ്ഞതിന് പിന്നെ ഞങ്ങൾക്ക് ഹോക്കിയുടെ കിട്ടുന്ന EMSന്റെ വണ്ടിയുടെ ഡിക്കുന്ന കയ്യും കാലും കെട്ടി അതിന്റെ തെറ്റേക്ക് വരും. അങ്ങനത്തെ പയ്യനാണല്ലേ, കുസൃതിയുള്ള പയ്യനാണല്ലേ, കുറുമ്പിച്ചിരി കൂടുതലാ. മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാവർക്കും താങ്ക് യു. അതേ ഉള്ളു. മക്കള് ബാക്കിലോട്ടിരുന്നല്ലേ. അടുത്ത ആള് അത് പറയണ്ടല്ലോ, അത് അറിയാലോ. അടുത്തോട്ട് വന്നു കൊച്ചു. അപ്പൊ നമ്മളെല്ലാം മറ്റേ പേരിൽ പരിചയപ്പെടുത്തണം കേട്ടാ. കൊട്ടവാസും ചരക്ക് അങ്ങനെ വേണം നമ്മളെ പരിചയപ്പെടുത്താൻ. അയ്യോ ലിയോ, നിന്നെയൊക്കെ പരിചയപ്പെടുത്തണം. നീ ഇങ്ങനെയാണല്ലേ പറയുന്നത്? നീ പേര് അറിയാം. അടുത്ത ആള് വേടാ. നീയാ ഹലോ ഗൈസ്, എന്റെ പേര് കിച്ചൂസ്. കേറിയിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. ഹായ് കിച്ചൂസ്. ഞാൻ ചെറുതായിട്ട് പേടിച്ചെണ്ണ. നല്ല പരിചയം. ഞങ്ങള് നല്ല ഡീലിലാണ്. അയ്യോ ഇവരെയൊക്കെ പരിചയപ്പെടുന്നതൊക്കെ എനിക്ക് ഭയങ്കര സത്യമാണല്ലേ? കക്കാശി പുതിയ മെമ്പറാ. PLD അല്ലല്ല, ഞാൻ KKBയിൽ കളിച്ചിട്ടുണ്ടാ. ടെക്സാസിലില്ലായിരുന്നു കാശി? ടെക്സസിലും ഉണ്ടായിരുന്നു. ടെക്സാസിലും കളിച്ചിട്ട് സത്യം. ഇത് ജബ്ബാർ പാളയം. പരിചയമുണ്ട് കൊറേ. നമ്മള് ഹായ് ജബ്ബാർ. ഹായ് ഹലോ. എല്ലാരുമായിട്ട് നമുക്കൊരു പരിചയം ഉണ്ട് പലയിടത്തുകളായിട്ട്. എങ്ങനെയാ വലിക്കുന്നേ? ഹായ് മൊയ്തീനെ. ഹായ്. കാഞ്ചനമാല എവിടെ?
സോറി അവന് ആണുങ്ങളോടാ താല്പര്യം. ഓ അപ്പൊ കണ്ണാപ്പിക്ക് സ്കോപ്പ് ഇല്ല. സെറ്റ് ആയിരിക്കും. എന്റെ പേര് സാഗർ എലിയസ്. ഇത് പഴയ DC സാഗറാണെന്ന്. DC സാഗറാണോ? ഇറങ്ങിയതാണ് പയ്യൻ. നല്ല ചെറിയ പരിചയമൊന്നുമല്ല അപ്പൊ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. എങ്ങനെ മേടിക്കാൻ എന്താടാ? ഹലോ, എന്റെ പേര് ബ്ലേസ്. ബ്ലേസ്. ഇത് CM ലുണ്ടായിരുന്നു. ഓ CM-ലെ ബ്ലേസ് ആണ്. ഹായ് ബ്ലേസ്. ഹായ് ബ്രോ. പുള്ളപ്പിടെ കൂട്ടുകാരൻ. കാണാം ബ്രോ. ഇത് പരിചയപ്പെടേണ്ട ഒരു സാധനം. ഹലോ, ഞാൻ ബാറ്റ്മാൻ ഫ്രം കൊതം സിറ്റി. ഇത് ഡൂഡറാണല്ലേ? ബാറ്റ്മാൻ ആണോ പേര്? അതെ അതെ. നമ്മൾ പിന്നെ ബ്ലാക്കിന്ന് വിളിക്കും സ്നേഹം കൊണ്ട്. ഓ ഹായ് ബാറ്റ്മാനെ. ഹായ്. വരും ദിവസങ്ങളിൽ നന്നായിട്ട് പരിചയപ്പെടാം. ഇവിടത്തെ ഓരോന്ന് തുടങ്ങണല്ലേ? എന്റെ പേര് ഹോക്കി. റോക്കി. എന്താ കേട്ടില്ല. ഹോക്കി. ഓ ഓക്കെ ഹായ്. ഹായ് ഹോക്കി. ഹായ്. അയ്യോ ഇവന്റെ അടുത്ത് എന്തെങ്കിലും വെറുതെ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയ ഊക്കിന്ന് വിളിച്ചെന്ന് പറഞ്ഞ് അത് ബാലാഗേനെ അറിയാം. പഴയ മാലാങ്ങനെ ഫ്രണ്ടിൽ എന്തോണ്ടായിരുന്നല്ലോ? വല്ല കല്ലൊക്കെ കണ്ടപ്പോ പൊട്ടിച്ചോളാം. ഹായ് മാലാകായ. ഇപ്പൊ പണിയെടുക്കത്തില്ല. കൊച്ചി രാജാലെ ദിലീപിനെ പോലെ ആയല്ലോ. അങ്ങനെ പറഞ്ഞു. അമ്മായി തരില്ലെന്ന് പറഞ്ഞു. അവിടെ പോയി പോലെ അടുത്ത ഹായ് മാലാക. എനിക്കൊന്ന് പൃഥ്വി അവർക്ക് അറിയാം. നല്ല പോലെ അറിയായിരിക്കും. ഹലോ ശബ്ദം പൃഥ്വിരാജ് ബ്രോ. ഹലോ സുഖല്ലേ? ഹലോ ഹായ്. സത്യം പറ. ആ ദേഷ്യം ഇപ്പോഴും മനസ്സിലുണ്ടോ? ചെറുതായിട്ടല്ലേ? എനിക്ക് പറ്റണില്ല, സത്യമായിട്ട് എനിക്ക് പറ്റണില്ല. അയ്യോ ഇല്ല അടുത്തൊരു സ്പാർക്ക് അല്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് സാഹചര്യത്തിന്റെ പ്രഷറും. അതെ സംസാരിക്കുന്നുണ്ടോടാ? ഞാൻ സംസാരിക്കുന്നുണ്ട്. കേൾക്കുന്നില്ലേ? എനിക്ക് കേട്ടൂടാ. എന്നെ കൊണ്ട് പറ്റണില്ല. അടുത്ത മുടി മാറി കോപ്പിറൈറ്റ് ഒഴിവാക്കുമെന്ന് ചോദിക്കാനാ. ഇവരെങ്ങനെയാ പറഞ്ഞത്? ഈ പറഞ്ഞെടുക്കാൻ ഇടക്കിടക്ക് സെറ്റ് കാണുന്നത്. കൊച്ചി രാജാവിലെ ദിലീപിന്റെ സിറ്റുവേഷൻ. ആ സത്യം ഇതാണ് മൂത്തമ്മാവൻ, ഇത് നടുക്കത്തമ്മാവൻ, ഇത് ഒടുക്കത്തമ്മാവൻ. ആ സാധനല്ലേ? പരിചയപ്പെടുത്ത്. ഈ നറൂട്ടോനെ പരിചയം ഉണ്ടെന്ന് തോന്നുന്നു. ഞാനറിയാം. എനിക്കും അറിയാം. സുഖം പറഞ്ഞൊന്ന് കേട്ടൂടാ നേരോട്ടോ. ഹലോ, ആ കേക്കാം. ഞാൻ താമസിയായി എത്തിയപ്പോ വണ്ടി കിട്ടിയില്ല. എന്റെ പേര് നറൂട്ടോ എന്നാണ്. ഓ ഹായ് നറൂട്ടോ. ഹായ്. ഏത് പുതിയ കേവി ഇപ്പൊ കയറിയതാണോ? ഇപ്പൊ കേറി പഴയ ബന്ധമാണ്. ആണ്. ഇതിനു മുമ്പ് ഏത് ഗ്യാങ്ങായിരുന്നു?
ഫസ്റ്റ് ഗ്യാങ്ങിലായിരുന്നു. ഓ ഓക്കെ 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 എന്റെ പണ്ടത്തെ സുഹൃത്താണ്. ഓഹോ ഈ ബന്ധം എന്ന് പറയുമ്പോ അമ്മുക്കുട്ടി, ഞാന്, രായന് അല്ലല്ല ആ ബന്ധമുണ്ട്. അതിന് മുന്നേ വേറെ MKRP എന്ന് പറയുന്ന സിറ്റി നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാണ് അല്ലേ? സരക്കണ്ണനെയൊക്കെ അറിയാം? സരക്കണ്ണ പിന്നെന്താ? അപ്പൊ ഹായടാ പരിചയപ്പെട്ട സന്തോഷം. ഇനി വരാത്തവരുണ്ടായിരിക്കും ഇനിയും ഒരുപാട് ഒരുപാട് നമ്മുടെ അകത്തും കുറെ പേര് വരാത്തവരുണ്ട്. കുറെ പേരുണ്ട്. നിഞ്ച അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇതിന്റെ അകത്ത്. ഇട്ടിച്ചൻ വന്നിട്ടില്ല. ഇട്ടിച്ച അപ്പുറത്തെ സിറ്റിയിൽ ഞാനെത്തി നിങ്ങൾ വേറെ എല്ലാം സംസാരിക്കാം. അതെനിക്കിപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല ഗൈസ്. സത്യമായിട്ട് ഞാൻ പറയാം, അതെനിക്കിപ്പൊ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ബാക്കി ഒരുപാടുണ്ട്. നമുക്ക് ബാക്കിയുള്ളവരെ പോകെ പരിചയപ്പെടാം. ഓ അതെ 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 അതെ. അപ്പൊ ഇനി അപ്പൊ നമുക്ക് നിങ്ങളുടെ ഓരോരുത്തരെ പരിചയപ്പെടാം. എന്താ പറയുന്നത്? ഓ നമ്മുടെ എല്ലാരും എന്നെ അറിയാം. ഞാൻ ലീഡറാണ് ടിവിയുടെ പരുന്തുവാസു. നിങ്ങളെയൊക്കെ പല പല സിറ്റിയിലും പലയിടത്തും ഇതിനു മുമ്പ് KVക്കകത്തും ഒക്കെ എല്ലാരും കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ രണ്ട് കോ ലീഡേഴ്സ് വന്നിട്ടുള്ളൂ. ഇപ്പൊ സരക്ക് നമ്മുടെ ഒരു കോ ലീഡറാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു കോ ലീഡറാണ്. ഒരു കോ ലീഡറും ഉണ്ട്. അത് ഇപ്പൊ ഇന്നിവിടെ കാണാത്ത പോലെയാണ്. വലിയ യൂസ് ഒന്നും ഇല്ല ആളെ കൊണ്ട്. ചന്ദ്രബോസ് ആളെത്തിയിട്ടില്ല. പിന്നെ ബാക്കി ഓരോരുത്തർ മെമ്പേഴ്സ് ഓരോരുത്തരൊന്ന് പരിചയപ്പെടാ. ഞാൻ ബോബോയ് കണ്ണാപ്പി കാണുമ്പോ കൂടെ കാണുമല്ലോ. ബോബോയെ അറിയാം. ഒരാളും കൂടെ ഉണ്ടല്ലോ ബോബ്. മൈൽസ് അതെ അതെ അതെ. പ്രത്യേകിച്ച് വിളിക്കത്തൊന്നുമില്ല. അല്ല, മെയിനായിട്ട് നമ്മള് ഈ കൂട്ടത്തില് നിങ്ങളുടെ അടുത്ത് കൊറേ പുതിയ ആൾക്കാരുണ്ടായിരുന്നു. നമുക്ക് കൊറേ പേര് അറിയത്തില്ലായിരുന്നു. കൊറേ പേര് പുതിയതല്ലേ ഇപ്പൊ. കൊറേ പേരൊക്കെ ഗ്യാപ്പ് എടുത്തേക്കല്ലേ ഇപ്പൊ ആക്ച്വലി കറന്റ്ലി. അപ്പൊ ഇതിനകത്ത് എല്ലാവന്മാരും ഇപ്പൊ പുതിയതായിട്ട് ടിവിയിൽ വന്നെന്ന് പറയാൻ സാവേജ് ഉണ്ട്. സാവേജ് ഒന്ന് വന്നടാ. സാവേജ് ഉണ്ട്. സാമ്രാജ്യത്തിലുണ്ടായിരുന്ന സാവേജ് ആണ്. ഓ സക്കീർ സക്കീർ ഒരു വെൽക്കം സ്പീച്ച്. അല്ല നമ്മൾ ഇങ്ങോട്ട് വന്നല്ലേ. അപ്പൊ നമ്മൾക്ക് അവരെ അല്ലല്ലോ വെൽക്കം ചെയ്യട്ടെ. നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പറഞ്ഞേ. അപ്പോ ഞങ്ങൾ ഈ നാട്ടിലോട്ട് ഇത്രയും സ്നേഹവും ഇത്രയും കാര്യമായിട്ടും ക്ഷണിച്ചതിന് വളരെയധികം നന്ദി. ഇനി ഞാൻ ഷോർട്ടാക്കി പിടിക്കത്തുള്ളൂ. അധികം പറയത്തില്ല. ഇനി കട്ട് ചെയ്ത് കളയുന്ന കാണാൻ വയ്യ. ഓ അപ്പൊ ഒരാളെ നമ്മൾ വിട്ടുപോയായിരുന്നു. ഗുലാൻ നമ്മുടെ ഗാർഡിയൻ എന്നുള്ളൊരു റോളിലാണ് ആക്ച്വലി ഗുലാൻ ഇപ്പൊ നിക്കുന്നത്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത് അവനും കൂടെ ആണ്. നമ്മുടെ ഇപ്പൊ പുതിയ 2 വണ്ടി നമ്മൾ കൊണ്ടുവന്നായിരുന്നു. അത് ഇവന്റെ ഒക്കെ വലിയൊരു എഫേർട്ടിലാണ് അത് ഇവിടെ എത്തിയത്. അതെ 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 അതെ. ഗാർഡിയൻസ് അല്ല, അത് കണ്ടീസ് എന്ന് പറഞ്ഞ് നമ്മളൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിലുള്ളതാണ് ബോബ്. അങ്ങനെ വേറെ 2-3 പേര് വരാനുണ്ട്. ഇനി കൊറേ പേര് വരാനുണ്ട്. കണ്ണാപ്പി അങ്ങനെ കൊറേ പേരുണ്ട്. അപ്പൊ പിന്നെ പുതിയതായിട്ട് വന്ന ഞങ്ങളുടെ അകത്ത് വന്ന മെമ്പേഴ്സ് ഇവരൊക്കെയാണ്. പിന്നെ സ്നൈപ്പിനെയൊക്കെ അറിയാലോ. സ്നൈപ്പ്, ഇറ്റാച്ചി, ഫ്ലഫി ഇവരൊക്കെയാണ് പിന്നെ പുതിയതായിട്ട് വന്നത്. പിന്നെ മാസിന്ന് പിന്നെ വില്ലുമോനെ വെറുതെ കിട്ടി. അങ്ങനെ കുറച്ച് പേരൊക്കെ. ഓ പപ്പടം വന്നില്ല. പപ്പടം ഇന്ന് കണ്ടില്ല അവനെ. അവൻ ഇപ്പൊ ഞങ്ങൾ കുറച്ച് നാളായിട്ട് മറ്റേ സിറ്റിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ കുറച്ച് നാളായിട്ട് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുവായിരുന്നു. അപ്പൊ നമ്മള് ആരും ലൈക്ക് ഒരു പ്രോപ്പർ ഡേറ്റ് പറയാത്തോണ്ട് എല്ലാരും കേറി തുടങ്ങിയില്ല. ഇത് ഇവര് രണ്ടുപേരെയും ഞാൻ പരിചയപ്പെടുത്തി. ഇവിടെ നിൽക്കുന്നത് പറഞ്ഞാല് നമ്മുടെ സിറ്റിയില് 2 എന്താണ് പറയാ ദൈവങ്ങളാണ്. ദൈവങ്ങൾ. ഒന്ന് ആട്, പുള്ളിയുടെ ഇതില് ഷാജിപ്പാപ്പൻ എന്ന് പറയും. മറ്റേത് തന്നെ പറയും. ഇവരെയൊക്കെയാണ് മറ്റേ SRR ഉണ്ടാക്കിയൊക്കെയാണ്. വെച്ചുകൊണ്ടുണ്ട് അങ്ങനെ.
അപ്പൊ പിന്നെ നമ്മളപ്പം എന്താ പറയാ വാസമോനെ സത്യം പറഞ്ഞ സിറ്റിലോട്ട് വരുമ്പോ അന്ന് വണ്ടി പോയപ്പോ ഒരു വണ്ടി വാങ്ങി തന്നെ ഞാൻ വിചാരിച്ചത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് യാത്ര തുടങ്ങിയാലോ? നമുക്കൊരു ബസ് ഒരുമിച്ച് പോവാം. അതെ, ഏത് ബസ് വേണം? ആ കിടക്കുന്നത് ഏത് ബസ് വേണം? പിന്നെ സരക്കനോ, പക്ഷെ ഇന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് നമ്മുടെ കൂട്ടത്തിലെ ഒരു പുതിയൊരു പയ്യനാണ്. ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം, ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം, ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം. അതെ, ഇത് നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു പയ്യനാണ്, പുതിയൊരു പയ്യനാണ്. അതെ, ഒരു മിനിറ്റ് മുന്നോട്ട് വരാൻ പറഞ്ഞു. ബ്ലാക്കിനോട് മുന്നോട്ട് വരാൻ പറഞ്ഞു. രണ്ടുപേരെ തലച്ചോറ് വെളിയില്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടോ. സൂപ്പർ. അല്ലാതെ ടിക്കറ്റാണ് കോമ്പറ്റീഷൻ. മൂവ് ചെയ്താലോ പാപ്പാ? ഈ ഡിഫൻഡർ വേണമെങ്കിൽ ഡിഫൻഡർ എടുക്കാം നിങ്ങൾക്ക്. എല്ലാ ബസ്സിൽ വരുന്നവർക്ക് ബസ്സിൽ വരാം. ബസ് നമ്മുടെ ബസ്സിൽ പോവാം, നമ്മുടെ മറ്റേ ഇതടിച്ച ബസ്സിൽ പോവാം. ഗൈസ്, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം പറയാനുണ്ട്. മെയിൻ ആയിട്ട് അത് നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കണം. ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നമ്മള് ഒരു സെർവറിൽ കയറുമ്പം നിങ്ങൾ ഈ POV കാണാൻ വേണ്ടി അഡ്മിൻസിന്റെ അടുത്ത് പോകുമ്പോൾ ആദ്യമേ അവര് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം അവരുടെ അടുത്ത് ആത്മാർത്ഥ സ്നേഹവും ബാക്കിയുള്ള കാര്യങ്ങളും കാണിക്കാൻ. അല്ലാതെ നമ്മൾ 2 ദിവസം നമ്മൾ സ്പെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റൈഡ് കൊടുക്കുക, അത് കൊടുക്കുക എന്ന് പറയേണ്ട ആവശ്യമില്ല. അവർ പയ്യെ അവരുടേതായിട്ടുള്ള രീതിയിൽ ബിൽഡ് ചെയ്ത് വരട്ടെ. നമ്മൾ ഇത് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. ഇത് കിട്ടി കഴിയുമ്പം ഒരു പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പം അവൻ തന്നെ വായിരിക്കുന്നത് കേട്ട് നിങ്ങൾ ഫീൽ ബാഡ് ആവും, ആകെ നിങ്ങൾ ചീത്തവിളിയാവും, പിന്നെ നമുക്കത് ഫീൽ ബാഡ് ആവും, അങ്ങനെ അടിയാവുക. നിങ്ങൾക്ക് അഡ്മിഷന്റെ POV കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ ചീത്ത വിളിക്കാനോ അതിനൊന്നും പോകണ്ട. അവരുള്ള സമയത്ത് നേരെ പോവുക. നിങ്ങൾക്ക് ഏതൊരു POV കാണണമെങ്കിൽ കാണുക, കണ്ടിട്ട് തിരിച്ചു വരിക. നമ്മൾ പോയി അവിടെ ചീത്ത വിളിക്കാനും നല്ലത് പറയാനും ഒന്നും ഇപ്പൊ നിൽക്കണ്ട. കുറച്ച് നാൾ നമ്മൾ കളിക്കാം, എന്നിട്ട് മതി. അതാണ് നല്ലത്. അല്ലെങ്കിൽ വെറുതെ എന്നത്തെയും പോലെ എല്ലാവർക്കും നിങ്ങൾ ഓരോന്ന് പറഞ്ഞാൽ അവർക്കും ഫീൽ ബാഡ് ആവും, അവർക്ക് ഹേറ്റ് ആവും. അത് അങ്ങനെ ഇത് വരും. അതുകൊണ്ട് നമുക്കത് പയ്യെ ഗ്രാജുവലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. ഓ വാ ഇതില് കയറാം. എടാ വാ, നമുക്ക് ഇതില് കയറാം. ഈ വണ്ടിക്കകത്ത് കയറ. ഏറ്റവും ബാക്കിലല്ല, അതിന്റെ മുമ്പത്തെ. ഇതിന്റെ ഡോർ എവിടാ? നമ്മുടെ ട്രെയിൻ സീറ്റ് കേറിട്ടാ. ഇത് കേറാൻ പറ്റുന്നില്ല. ഫുള്ളായോ? ആ ഇല്ല, കേറി, ഞാൻ അകത്ത് കയറി.